കോട്ടപ്പടിയിൽ വീണ്ടും കാട്ടാനയാക്രമണം. പുല്ലുവഴിച്ചാൽ പ്രദേശത്ത് പുലർച്ചെ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം സ്വകാര്യ വ്യക്തികളുടെ കൃഷിയിടത്തിൽ കയറി 200ഓളം വാഴകളാണ് നശിപ്പിച്ചത്. കൃഷിനാശം നേരിട്ടവർക്ക് സർക്കാർ ഉടൻ നഷ്ടപരിഹാരം വിതരണം ചെയ്യണമെന്നും വന്യജീവി ആക്രമണ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നും സംഭവസ്ഥലം സന്ദർശിക്കവേ UDF കൺവീനർ ഷിബു തെക്കുംപുറം ആവശ്യപ്പെട്ടു. പുലർച്ചെ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം പ്രദേശവാസികളായ പോലിയക്കുടി പൗലോസിന്റെയും കുര്യാച്ചന്റെയും ഉടമസ്ഥതയിലുള്ള കൃഷിയിടങ്ങളിൽ കയറി ഏകദേശം 200ഓളം വാഴകൾ നശിപ്പിച്ചു. കനത്ത സാമ്പത്തിക നഷ്ടമാണ് ഇതിലൂടെ കർഷകർക്ക് സംഭവിച്ചിരിക്കുന്നത്. UDF ജില്ലാ കൺവീനർ ഷിബു തെക്കുംപുറം സംഭവസ്ഥലം സന്ദർശിച്ചു. കഴിഞ്ഞ കുറച്ചുനാളായി പ്രദേശത്ത് കാട്ടാനശല്യം രൂക്ഷമായിരിക്കുകയാണെന്നും വന്യജീവി ആക്രമണ ഭീഷണിയിൽ നാട്ടുകാർ ഭീതിയോടെ കഴിയുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. ഈ കോട്ടപ്പടി പഞ്ചായത്തിന്റെ വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന എല്ലാ മേഖലയിലും കാട്ടാനശല്യം രൂക്ഷമായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഏതാണ്ട് 2000 ഏക്കർ സ്ഥലമാണ് കൃഷി ചെയ്ത സ്ഥലമാണ് നശിപ്പിച്ചത്. എല്ലാ തരത്തിലും ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കോട്ടപ്പടി പഞ്ചായത്തിലെ ജനങ്ങൾക്ക് പോകേണ്ടി വന്നിരിക്കുകയാണ്. കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുകയും കൃഷി നശിപ്പിക്കുകയും ആളുകളെ ആക്രമിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ കൈയും കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും RRTയും കാണിക്കുന്നത്. കൃഷിയിടങ്ങളിലേക്കുള്ള ഇത്തരം വന്യജീവി ആക്രമണങ്ങൾക്കെതിരെ അടിയന്തരവും ശക്തവുമായ നടപടികൾ സർക്കാർ കൈക്കൊള്ളണമെന്നും കാട്ടാനശല്യം നിയന്ത്രിക്കാൻ വനം വകുപ്പും സർക്കാരും അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും കർഷകർക്ക് സംഭവിച്ച നഷ്ടത്തിന് തക്കതായ നഷ്ടപരിഹാരം നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KK സുരേഷ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് MK വേണു, പഞ്ചായത്ത് മെമ്പർ പ്രിയ സാബു എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.